ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ഭാഗമായാണ് ഉർവശി ബിഗ് ബോസ് ഹൗസിലെത്തിയത്. കുടുംബാംഗങ്ങളെ കണ്ടയുടനെ എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു. എനിക്ക് നിങ്ങളെല്ലാം നല്ല പരിചയമാണ്, ഞാൻ എന്നും നിങ്ങളെ കാണുന്നതാണ്. അതിനിടയ്ക്ക് ജാസ്മിനോട് പറയുന്നുണ്ട്, ജാസ്മിൻ്റെ മുടി നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ അഴിച്ചിടുന്നതെന്ന്. എന്തായാലും ഉർവശി ഓരോരുത്തരോടും അവരുടെ ഓരോ കമൻറ്റുകൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ഉർവശി ബിഗ് ബോസ് സ്ഥിരം കാണാറുണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടുന്ന് പോകണം തോന്നുന്നുണ്ടോ എന്ന് ജാസ്മിനോട് ഉർവശി ചോദിക്കുന്നുണ്ട്. വന്നപ്പോൾ മുതൽ ജാസ്മിൻ ഉർവശി നോട്ടമിട്ടിരിക്കുകയാണ്. ഓരോ ചോദ്യവും ജാസ്മിന് നേർക്കാണ് എത്തുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, 100 ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പോൾ 100 ദിവസം ആകാറായി, അതുകൊണ്ട് പോകണമെന്നുണ്ടെന്ന്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സിനിമയിൽ പാർവതിയും ഉർവശിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നീട് സിനിമയുടെ ട്രെയിലർ മത്സരാർത്ഥികളെ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ജാസ്മിനോട് ഉർവശി ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണോ എന്ന് നടക്കുന്നത്? ഇപ്പോഴത്തെ കാലത്ത് പുരുഷവിഭാഗത്തിന് ഒരു പരാതിയുണ്ട്, ഒറിജിനൽ ചുണ്ട് കാണാൻ കിട്ടുന്നില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗം പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഉർവശി കളിയാക്കി ജാസ്മിനോട് പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇട്ടോ നല്ലതാണെന്നൊക്കെ ഉർവശി പിന്നെയും പറയുന്നു. ട്രെയിലർ ഒരു തവണ പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ ജിൻഡോ പറയുന്നത്, ഒന്നുകൂടി ഒന്ന് കാണിക്കാമോ എന്ന്. അങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് ഉർവശി പറയുന്നു. അതൊക്കെ കാണിക്കും, മാഡം ഒന്ന് പറഞ്ഞാൽ മതി എന്ന് ജിൻഡോ പറയുന്നു. അപ്പോൾ തന്നെ ഉർവശി, ഒന്നുകൂടി ട്രെയിലർ കാണിക്കാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് ഒന്നുകൂടി ട്രെയിലർ പ്ലേ ചെയ്ത് കാണിക്കുന്നുമുണ്ട്. പോസ്റ്റർ കണ്ടാൽ നോർമൽ സിനിമയാണ് തോന്നുന്നുവെങ്കിലും ട്രെയിലർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ത്രില്ലിംഗ് മൂവി ആയിരിക്കുമെന്നാണ്. ജൂൺ 16 വൈകിട്ട് 7 മണിക്കാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ. ബിഗ് ബോസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികൾ എല്ലാം തന്നെ ഫിനാലെ വീക്കിൽ ബിഗ് ബോസിലെത്തും. ചിലർ എത്താൻ സാധ്യത കുറവാണ്. ഉർവശി വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു അമ്മ വീട്ടിൽ വന്ന പ്രതീതിയാണ്. എന്നാലും ഉർവശിയുടെ ചില വർത്തമാനം ആരെയോ കുത്തി സംസാരിക്കുന്ന പോലെ തോന്നുന്നുമുണ്ട്. വോട്ടിങ്ങിൽ നോക്കിയാൽ ജിൻഡോ ആണ് 1ാം സ്ഥാനത്തുള്ളത്. ബാക്കിയുള്ള സ്ഥാനങ്ങൾ ഓരോ ആഴ്ചയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗബ്രിയും സായിയും അപ്സരയും ഒക്കെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നുമുണ്ട്. ഇപ്പോഴുള്ള ഗെയിമൊക്കെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും. ഈ ആഴ്ചത്തെ ടാസ്കിൽ നോറയെ അഭിനയിച്ച് അർജുൻ അടിപൊളി പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഗബ്രിയുള്ള സമയത്ത് ലവ് ട്രാക്ക് കളിച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്ന ജാസ്മിന് പിന്നീട് അത് നഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ സിജോ ആയി അടിപൊളി പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ജാസ്മിൻ മുണ്ടും മടക്കി കുത്തി അടുക്കളയിൽ ഗ്യാസ് ഊതി കത്തിക്കുന്നതൊക്കെ വൻ കോമഡി ആയിട്ടുണ്ട്. ജാസ്മിൻ തന്റെ ക്യാമറ സ്പേസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ജിൻഡോ ജാസ്മിനെ അഭിനയിച്ച് അടിപൊളി പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ജിൻഡോ ജാസ്മിനെ ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റിയിട്ട് വമ്പൻ കോമഡിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ ചിരിച്ചിരിച്ച് മടുക്കുകയാണ്. ഈ ആഴ്ച തകർപ്പൻ പ്രകടനങ്ങളുമായാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.